നൂറ എന്തുകൊണ്ടാണ് ആദിലയെ ചതിച്ചത്? ശരിക്കും പറഞ്ഞാൽ 3.5 ലക്ഷം രൂപ കണ്ടപ്പോഴത്തേനും നൂറയെ ശരിക്കും ആദിലയെ തേച്ചൊട്ടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്തരത്തിലാണ് ലൈവിൽ ഇപ്പോൾ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പ് ലക്ഷ്യയുദ്ധം എന്ന് പറയുന്ന ടാസ്കിൻ്റെ അവസാനത്തെ റൗണ്ടായിരുന്നു. അവസാനത്തെ റൗണ്ട് എന്ന് പറയാൻ പറ്റില്ല, അവസാനത്തെ റൗണ്ടിന് തൊട്ട് മുൻപുള്ള ഒരു റൗണ്ട്. ഈ റൗണ്ടിൽ ആകെ 3 പേര് മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്. ആദില, നൂറ, അക്ബർ. സുഖമായിട്ട് ആദിലയ്ക്കും നൂറയ്ക്കും അക്ബറിനെ തോൽപ്പിച്ച് ഈ പൈസ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തന്നെ പറ്റുമായിരുന്നു. ആ ഒരു ഗോൾഡൻ ചാൻസാണ് നൂറ കൊണ്ടുപോയി തൊലച്ചത്. അക്ബറും നൂറയും തുടക്കം മുതലേ തന്നെ ഈ ടാസ്കിൽ പരസ്പരം സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് കളിച്ചുകൊണ്ടിരുന്നത്. മറ്റുള്ളവരെ പുറത്താക്കാനും ഫൈനലിൽ നൂറ എത്തണമെന്നും അക്ബർ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. കാരണം നൂറയെ പെട്ടെന്ന് തോൽപ്പിക്കാൻ പറ്റുമെന്നുള്ളൊരു ചിന്ത അക്ബറിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. നൂറയും അക്ബറും പരസ്പരം സപ്പോർട്ട് ചെയ്ത് തന്നെ കളിച്ചുകൊണ്ടിരുന്നു. അവസാനം ഇവർ 3 പേരും മാത്രമായിട്ട് ഗെയിമിൽ മാറി. അക്ബറിൻ്റെ ബ്ലോക്ക് നൂറ എടുക്കുന്നു, അതിനുശേഷം നൂറയ്ക്ക് അത് കൊടുക്കുന്നു. പിന്നീട് നൂറ അത് കൊണ്ടുപോയിട്ട് ഡസ്റ്റ്ബിന്നിൽ ഇടുന്നു. അവിടെ ഗെയിം അവസാനിക്കുകയാണ്. പിന്നീട് ആദിലയും നൂറയും തമ്മിലാണ് ഗെയിം. അതിൽ ആര് ജയിച്ചാലും ഒരു വീട്ടിലേക്ക് തന്നെയാണ് 3.5 ലക്ഷം രൂപ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ നൂറ ചിന്തിച്ചത് വേറെയാണ്. നൂറ അക്ബറിനെ സേഫാക്കി മാറി നിന്നു. അക്ബർ ആദിലയുടെ ബ്ലോക്ക് എടുക്കുകയും നേരെ ഡസ്റ്റ്ബിന്നിലേക്ക് ഇടാൻ പോവുകയും ചെയ്തു. ഇതിൻ്റെ ഇടയിൽ അവർ തമ്മിൽ മൽപ്പിടുത്തവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ 3.5 ലക്ഷം രൂപ കണ്ടപ്പോഴത്തേനും സ്വന്തം പാർട്ട്ണറിനെ നൂറ ചതിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിന് ശേഷം അക്ബറും നൂറയും ലാസ്റ്റായിട്ട് വന്നല്ലോ. അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 2 പേരിൽ ആർക്ക് കൊടുക്കണം എന്നുള്ളത് ബിഗ് ബോസ് വീട്ടിലുള്ളവരുടെ അടുത്ത് തീരുമാനിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു സമയവും ആദിലയും നൂറയും അപ്പോഴായിരിക്കും ശരിക്കും ഞെട്ടിപ്പോയത്. കാരണം അവരാണ് ലാസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് അവർക്ക് തന്നെ കൊണ്ടുപോകാമായിരുന്നു എന്നുള്ളൊരു ചിന്ത. പക്ഷേ എല്ലാവരും അക്ബറിനെ അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നൂറയ്ക്ക് തന്നെയാണ് ഈ 3.5 ലക്ഷം രൂപ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുള്ളത്. നൂറയാണ് ഈ ടാസ്കിലെ വിജയിയായിട്ട് വന്നിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇതിലുള്ള ഏറ്റവും വലിയ വിഷമം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിൽ ജയിക്കുന്ന വ്യക്തിയുടെ, അതായത് അവസാനമായിട്ട് ജനങ്ങൾ തീരുമാനിച്ച് ജയിപ്പിക്കുന്ന വ്യക്തിയുടെ പ്രൈസിൽ നിന്നാണ്, സമ്മാനത്തുകയിൽ നിന്നാണ് ഈ തുകയും കുറയുന്നത് എന്നാണ്. അത് ആ വ്യക്തിയോട് കാണിക്കുന്ന ഒരു അനീതിയായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എന്തായാലും നൂറ് ഈ മത്സരത്തിൽ അവസാനം പ്രൈസ് അടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആ വിജയിക്കുന്ന വ്യക്തിക്ക് ഇത് എത്രമാത്രം ഒരു നഷ്ടമായിരിക്കും എന്നുള്ളത് ആലോചിച്ച് നോക്കൂ. അതിനുശേഷം കമൻറ്റ് ചെയ്യൂ. ഓക്കെ.